വെൽക്കം പ്രിയപ്പെട്ടവരെ വചനധാരയിലേക്ക്. വചനധാരയിലൂടെ നമ്മൾ ഒരുമിച്ച് കർത്താവിൻ്റെ വചനം വായിക്കും, അതിനെപ്പറ്റി വിചിന്തനം ചെയ്യും, എന്നിട്ട് കൺക്ലൂഷനായിട്ട് പ്രാർത്ഥിക്കും. നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് സുവിശേഷങ്ങളാണ്. മാത്യുവിൻ്റെ ഗോസ്പൽ നമ്മൾ വായിക്കാൻ തുടങ്ങി. ഇന്ന് നമ്മൾ വായിക്കുന്നത് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ വേഴ്സ് 18 മുതലാണ്. എന്നോട് റിക്വസ്റ്റ് ചെയ്യുന്നത് വചനം ബൈബിൾ കയ്യിലെടുത്ത് എൻ്റെ കൂടെ വായിക്കാനായിട്ട് ജോയിൻ ചെയ്യണം. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻസിൽ ചോദിക്കണം. ഓക്കെ. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18-ാമത്തെ വചനം. യേശുക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവന്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുൻപ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായകയാലും അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫ്, നിന്റെ ഭാര്യയായ മറിയത്തെ സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവളൊരു പുത്രനെ പ്രസവിക്കും. നീ അവനെ യേശു എന്ന പേര് വിളിക്കണം. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുൾ ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ച പോലെ പ്രവർത്തിച്ചു. അവൻ തന്റെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നതുവരെ അവൻ അവളെ അറിഞ്ഞില്ല. അവൻ യേശുവെന്ന് അവനെ പേര് വിളിച്ചു. പ്രിയപ്പെട്ട ഈ ഒരു വചനഭാഗത്തിന് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഞാൻ ഏറ്റവും കീ ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ മാത്രം നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ടൈമിൻ്റെ കൺസ്ട്രെയിൻസ് കാരണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, യഹൂദരുടെ ഒരു രീതി, മാരേജ് എന്ന് പറഞ്ഞാൽ ഒത്തിരി നാൾ നീണ്ടു നിൽക്കുന്നൊരു പ്രോസസ്സ് പോലെ ആയിരുന്നു. വിവാഹ നിശ്ചയം ബിത്രോത്തിൽ കഴിഞ്ഞിട്ട് ഏകദേശം 1 year കഴിഞ്ഞിട്ടാണ് മിക്കപ്പോഴും അവർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുന്നത്. നമ്മളിത് കാണുന്നത്, നമ്മൾ സോങ് ഓഫ് സോളമൻ, ഉത്തമഗീതമൊക്കെ വായിക്കുമ്പോൾ അതിനകത്ത് ബ്രൈഡ് ബ്രൈഡ്ഗ്രൂമിനെ കാത്തിരിക്കുന്നു, ഒരു പ്രൊലോങ്ഡ് ടൈം കാത്തിരിക്കാൻ നമുക്ക് കാണാം അല്ലേ. അതായത് മണവാട്ടി മണവാളനെയും വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുന്നത് നമ്മൾ കാണാം. അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ അവരുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു, ദേ ആർ ആക്ച്വലി ഹസ്ബൻഡ് ആൻഡ് വൈഫ് നൗ, പക്ഷെ അവർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതേപോലത്തെ ഒരു ഫേസിലാണ് ജോസഫും മേരിയും അപ്പോൾ കടന്നു പോകുന്നത്. ശരിക്കും നമ്മൾ ചേർച്ചിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചേർച്ച് ഇപ്പോൾ അങ്ങനെ ഒരു ഫേസിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നമ്മുടെ മണവാളനായ ഈശോയുടെ 2ാം വരവിന് വേണ്ടി കാത്തിരിക്കുന്നതാണ് സഭ. കത്തോലിക്ക സഭ, ആഗോള സഭ, കാത്തലിക് മാത്രമല്ല ക്രിസ്ത്യാനിറ്റി മുഴുവനും, എല്ലാവരും, മനുഷ്യരാശി മുഴുവനും ഈശോയുടെ 2ാം വരവിന് വേണ്ടി ഒരുമിച്ച് കാത്തിരിക്കുന്ന ഒരു കാലമായിട്ട് നമ്മൾ ജീവിക്കുന്നത്. ഒരു ബിത്രോത്തിൽ കഴിഞ്ഞ് ഒരു ഫൈനൽ കൺസമേഷൻ, അല്ലെങ്കിൽ കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അല്ലേ, അതിന് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേപോലത്തെ ഒരു കാലഘട്ടത്തിലാണ് ജോസഫും മറിയവും ആയിരുന്നപ്പോഴാണ് ഇങ്ങനെ മനുഷ്യാവതാരമെന്ന വലിയ സംഭവം ലോക ചരിത്രത്തിലുണ്ടാകുന്നത്. അതുപോലെ നമുക്ക് കാണാൻ പറ്റും, ഇങ്ങനത്തെ ഒരു ബെത്രോത്തിൽ കഴിഞ്ഞാൽ പിന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് തന്നെയാണ് അവർ അറിയപ്പെടുന്നത്. ജ്യൂസിൻ്റെ ആ ഒരു ടൈമിൽ ഒരു 12-12.5 വയസ്സുള്ളപ്പോഴാണ് അങ്ങനെ ഒരു ഗേളിന് അങ്ങനത്തെ ഒരു മാരേജിലോട്ട് എൻ്റർ ചെയ്യുന്നത്. പിന്നെ ഒരു 1 year ടൈം എടുത്ത് 1 yearനകത്ത് എപ്പോൾ വേണോ ഒരുമിച്ച് താമസിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം അങ്ങനെയുള്ള സമയത്ത് മാതാവ് പ്രഗ്നൻ്റ് ആകുമ്പോൾ ജോസഫ് അതെങ്ങനെ അപ്രോച്ച് ചെയ്തു, വളരെ സിഗ്നിഫിക്കൻ്റ് ആണ് ജോസഫിൻ്റെ അപ്രോച്ച്. കാരണം എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് നിയമങ്ങൾ നൽകിയത്, ഈശോ പിന്നെ പറയുന്നുണ്ട്, സാബത്ത് മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യൻ സാബത്തിന് വേണ്ടിയല്ല. ദൈവം നമുക്ക് നിയമങ്ങൾ നൽകിയത് നമ്മുടെ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള നന്മ ആഗ്രഹിച്ചിട്ടാണ്. പഴയ നിയമകാലത്ത് എസ്പെഷ്യലി മോസസിന് 10 കമാൻഡ്മെൻറ്റ്സ് കൊടുത്തപ്പോൾ കർത്താവിൻ്റെ ഹിതം ഇതാണ്, നമ്മളെല്ലാവരും, എല്ലാ ഹ്യൂമൻ ബീങ്സും ദൈവത്തെ പോലെ തന്നെ ആകണം. അതാണ് കർത്താവിൻ്റെ ആഗ്രഹം. കാരണം ലോകത്തെ ഏറ്റവും വലിയ നന്മ എന്താ? ദൈവമാണ് ഏറ്റവും നല്ല നന്മ അല്ലേ, ഏറ്റവും വലിയ നന്മ. അപ്പോൾ അതേപോലത്തെ ഒരു നന്മ നമ്മളും ആകണം, നമ്മളും അതേപോലെ ഗുഡ് ആകണം. അതാണ് കർത്താവിൻ്റെ ആഗ്രഹം. ഈശോ തന്നെ പറയുന്നില്ലേ, ബി പെർഫെക്റ്റ് ആസ് യുവർ ഹെവൻലി ഫാദർ ഈസ് പെർഫെക്റ്റ്. കർത്താവ് പറയുന്നുണ്ട്, ബി ഹോളി ആസ് ഐ ആം ഹോളി. അപ്പോൾ കർത്താവിനെ പോലെ നമ്മൾ ആകാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് കൽപ്പനകൾ തന്നത്. അല്ലാതെ നമ്മളെ കഷ്ടപ്പെടുത്താനോ പീഡിപ്പിക്കാനോ നമുക്ക് കുറേ റെസ്ട്രെയിൻസ് ഉണ്ടാക്കി നമ്മൾ അതിനിടയിൽ കിടന്ന് ഞെരുങ്ങാൻ വേണ്ടിയിട്ടല്ല. നമ്മൾ എങ്ങനെയാണോ അപ്പനെ പോലെ ആകുക, അതിനുള്ള കുറച്ച് കാര്യങ്ങൾ, ഷോർട്ട് കട്ടുകളാണ് കർത്താവ് നിയമമായിട്ട് തന്നത്. പക്ഷെ കർത്താവിനറിയാം
നമ്മൾ ആദ്യ പാപം കാരണം പാപത്തിന്റെ സ്വാധീനതയിലാണ് കൺക്യൂപ്പിസൻസ് നമ്മുടെ ഉള്ളിലുണ്ട്. പാപത്തിലേക്കുള്ള ഒരു ചായ്വ് നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്, വന്നുപോയി. അത് കർത്താവിന് അറിയാം. അതുകൊണ്ട് കർത്താവിന് അറിയാം നമ്മുടെ തന്നെ സ്വന്തം കഴിവ് ഉപയോഗിച്ച് ഒരു ഹ്യൂമൻ ബീയിങ്ങിന് ഒരിക്കലും ഒരു നിയമം പോലും അനുസരിക്കാൻ സാധിക്കില്ല. അങ്ങനെ അനുസരിക്കുന്നെങ്കിൽ അത് അറ്റ്ലീസ്റ്റ് അത് ഫസ്റ്റ് കമാൻഡ്മെന്റ് ലംഘനമായിരിക്കും. കാരണം സ്വന്തം കഴിവിലാണ് ആശ്രയിക്കുന്നത്. ഇറ്റ്സ് ഇമ്പോസിബിൾ. നമ്മൾ അങ്ങനെ അതിനല്ല കർത്താവ് നിയമങ്ങൾ പറഞ്ഞത്. കർത്താവ് നിയമങ്ങൾ പറഞ്ഞത് ഇങ്ങനെയൊക്കെ ചെയ്താലാണ് ഞാനും നിങ്ങളും ഒരേപോലെ ആവുക. പക്ഷെ നിങ്ങൾക്കത് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എൻ്റെ പുത്രൻ നിങ്ങൾക്ക് വേണ്ടി മരിച്ച് നിങ്ങൾക്ക് രക്ഷ ഉണ്ടാക്കി തരും. എന്നിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്ന് വസിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങൾ ജീവിക്കുമ്പോൾ ആ ജീവിതം ഓട്ടോമാറ്റിക്കലി കർത്താവിന്റെ വചനം, കർത്താവിന്റെ നിയമങ്ങളെല്ലാം അനുസരിച്ച് ഒരു ജീവിതമായി മാറും. ഇതാണ് കർത്താവ് നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന രക്ഷാകര പദ്ധതിയുടെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ദൈവം അങ്ങനെ കൽപ്പനകൾ തന്നു. അങ്ങനെ മാത്രമാണ് കർത്താവ് കൽപ്പനകൾ കൊണ്ട് ഉദ്ദേശിച്ചത്. എങ്ങനെ നമുക്ക് ദൈവത്തെ പോലെ ആകാം. പക്ഷെ മനുഷ്യര് പർട്ടിക്കുലർലി ജ്യൂസിന് ഈ കർത്താവ് കൽപ്പനകളൊക്കെ വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ അവർക്ക് അതിന്റെ ശരിക്കുമുള്ള ഹാർട്ട് ഓഫ് ഗാഡ് തിരിച്ചറിയാൻ പറ്റിയില്ല. അവർ ചിന്തിച്ചത് ഓക്കെ ഇതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്ത് നിയമം ഫുൾഫിൽ ചെയ്യണം, അത് മാത്രമാണ് അവർ ചിന്തിച്ചത്. അപ്പൊ ആ ഫുൾഫിൽമെന്റ് എപ്പോഴും സ്വന്തം വിൽ പവർ, സ്വന്തം കഴിവിൽ ആശ്രയിച്ച് അവർ ചെയ്തുകൊണ്ടിരുന്നു. കർത്താവ് എന്തുകൊണ്ട് ഇത് തന്നെന്ന് തിരിച്ചറിയാൻ അവർക്ക് പറ്റിയില്ല. ഫോർ എക്സാമ്പിൾ, സാബത്തിനെ പറ്റിയുള്ള കൽപ്പന, കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. അപ്പൊ അവര് സാബത്തിന് ഒരു നന്മ പോലും, ഈശോ തന്നെ പല പ്രാവശ്യം ഈശോയായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടായ കാര്യമാണ്. സാബത്തിന് രോഗശാന്തി കൊടുക്കാമോ ഇല്ലയോ? ശരിക്കും പറഞ്ഞാല് സാബത്ത് എന്ന് പറഞ്ഞാല് നമ്മൾ ദൈവമായ കർത്താവ് നമുക്ക് തന്നതിന് ഒറ്റ റീസൺ, ഗാഡ് വാണ്ടഡ് us to enter into his rest. കർത്താവിൻ്റെ ഒരു കൂട്ടായ്മ, കർത്താവിൻ്റെ ഒരു സമാശ്വാസം, ഒരു കംഫർട്ട്, അതിൽ മനുഷ്യരെ ആശ്വസിക്കുന്ന, ആനന്ദിക്കുന്ന, വിശ്രമിക്കുന്ന ഒരു ദിവസം. അതാണ് കർത്താവ് സാബത്ത് കൊണ്ട് ഉദ്ദേശിച്ചത്. പക്ഷെ മനുഷ്യരതുകൊണ്ടാണ് സങ്കീർത്തനം 95 they will enter my rest അങ്ങനെയൊക്കെ പറയുന്നൊരു ഭാഗം ദൈവത്തിന്റെ വിശ്രമത്തിലേക്ക്, ദൈവത്തിന്റെ സമാശ്വാസത്തിലേക്ക് എൻ്റർ ചെയ്യുന്ന ഒരു ഡേ ബാക്കി എല്ലാ കാലം മാറ്റിവെച്ച് കർത്താവിനെ ആസ്വദിക്കുന്ന ഒരു ദിവസം. അത് നമ്മുടെ നന്മയാ, നമ്മുടെ ഒരു റീവൈൻഡിങ് അല്ലെങ്കിൽ അൺവൈൻഡിങ്, നമുക്കൊരു റീചാർജിങ്, റീഫ്യൂലിങ്, അങ്ങനെയൊക്കെ ഉള്ള നമ്മൾ നമ്മുടെ മൊബൈൽ ഫോൺസൊക്കെ റീചാർജ് ചെയ്യുന്ന പോലെ ഒന്ന് റീചാർജ് ചെയ്യാനും ഒന്ന് ആനന്ദിച്ച് ആശ്വസിച്ച് വിശ്രമിച്ച് അതിനുവേണ്ടിയുള്ള ദിവസത്തിനെ ആ കർത്താവ് ഹൃദയം തിരിച്ചറിയാതെ, അത് വെറുതെ മാനുവൽ ലേബറോ അല്ലെങ്കിൽ ഫിസിക്കൽ എക്സർഷൻ മാത്രമല്ല, മെന്റലി, സ്പിരിച്വലി, ഇമോഷണലി എല്ലാം ലോകത്തിന്റെ താളൊക്കെ മാറ്റി കർത്താവിന് മാത്രം ഒന്ന് ആ ഒരു ആനന്ദം പങ്കിടുന്ന ഒരു സമയം, കർത്താവിനോട് കൂട്ടായ്മ ആയിരിക്കേണ്ട സമയം. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയ സാപത്തിനെ മനുഷ്യൻ ഡീഗ്രേഡ് ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞ് കുറേ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതനുസരിക്കാൻ വേണ്ടി ലൈഫ് മൊത്തം അതിനെ ടാർഗറ്റ് ചെയ്ത് സ്വന്തം കഴിവിൽ ആശ്രയിച്ചുകൊണ്ട് നന്മ കാണാൻ പറ്റിയില്ല, ദൈവത്തിന് ഹൃദയം കാണാൻ പറ്റിയില്ല. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് ജോസഫും ജീവിച്ചത്. കാരണം പുതിയ നിയമം വന്നു കഴിഞ്ഞില്ല, ഈശോ പഠിപ്പിക്കാൻ തുടങ്ങിയില്ല, ഈശോ മരിച്ചില്ല, ഈശോ എഴുത്തിരുന്നിട്ടില്ല, പരിശുദ്ധാത്മാവ് വന്നില്ല. അതെല്ലാം പുതിയ നിയമമാണ്. പഴയ നിയമത്തിന്റെ അറ്റത്ത് നിൽക്കുന്ന ജോസഫ് കർത്താവിന്റെ ഹൃദയം കണ്ടവനാ. ദാവീദ് രാജാവിനെ പോലെ കുറച്ചു പേരൊക്കെ പഴയ നിയമ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടും ദൈവത്തിന്റെ ഹൃദയം കണ്ടെത്തിയവരാ. അങ്ങനെയുള്ള ഒരാൾ ജോസഫ് നീതിമാനാണ്. നീതിമാൻ എന്ന് പറയുമ്പോൾ ബിബ്ലിക്കലി നിയമം പരിപൂർണമായിട്ട് നിറവേറ്റുന്ന വ്യക്തി, നിയമത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചലിക്കാതെ അനുസരിക്കുന്നുവെന്നാണ് നീതിമാൻ എന്ന് പറയുമ്പോൾ ബിബ്ലിക്കലി ഉദ്ദേശിക്കുന്നത്. പക്ഷെ അങ്ങനെയുള്ള ജോസഫ്, നിയമത്തെ ഒരിക്കൽ ലംഘിക്കാത്ത ജോസഫ് നിയമത്തിന്റെ ഹൃദയം, കർത്താവിന്റെ ഹൃദയ നിയമത്തിൽ കണ്ടു. അതുകൊണ്ട് ജോസഫ് ശരിക്കും പറഞ്ഞാൽ റൂൾ അനുസരിച്ച്, അന്നത്തെ നിയമം അനുസരിച്ചാണെങ്കിൽ മറിയത്തിനെ എക്സ്പോസ് ചെയ്യണം. മറിയം ഒരു അഡൾട്രസ് എന്ന രീതിയിൽ, മോശമായ സ്ത്രീ എന്ന രീതിയിൽ എക്സ്പോസ് ചെയ്യേണ്ടതാണ്. അങ്ങനെ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ടതാണ് ശരിക്കും അൾട്ടിമേറ്റ്ലി ആ ശിക്ഷ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കാര്യത്തിൽ മറിയത്തെ തള്ളിവിടാതെ, ബിക്കോസ് അങ്ങനെ ഒരു ഇൻസൾട്ട് മറിയം ഫേസ് ചെയ്യേണ്ട കാര്യമില്ല. അതാണ് ഫസ്റ്റ് മറിയത്തെ പറ്റിയുള്ള ചിന്ത. സ്വന്തം ലൈഫിലൂടെ നോക്കുമ്പോൾ എന്റെ കൊച്ചല്ലാത്തൊരു കൊച്ചിന് എന്റെ ലേബിൾ കൊടുക്കുന്നത് ഒരു ഫേക്ക് ആയിട്ടൊരു സിറ്റുവേഷൻ അല്ലേ, അതൊരു ലൈ അല്ലേ, അത് ചെയ്യാനും നീതി അനുവദിക്കുന്നില്ല. ഇതിന്റെ ഇടയിലാണ് ജോസഫ് കിടന്നിറങ്ങുന്നത്. അപ്പൊ ജോസഫിന് നന്മ ഉള്ളത് കൊണ്ടും ദൈവത്തിന് ഹൃദയം കാണാന്നുള്ളത് കൊണ്ടും നിയമം അനുസരിക്കാൻ വേണ്ടി അല്ല അനുസരിക്കേണ്ടതെന്നും നിയമത്തിന്റെ ഹൃദയം വേറെയാണെന്നും തിരിച്ചറിയാനുള്ള ഒരു ഉൾക്കാഴ്ച പഴയ നിയമത്തിന്റെ അറ്റത്ത് പുതിയ നിയമത്തിന്റെ ബിഗിനിങ്ങിൽ നിൽക്കുന്ന ജോസഫിന് അത് തിരിച്ചറിയാൻ പറ്റി. അതുകൊണ്ടാണ് ജോസഫ് ഇവിടെ കൺഫ്യൂഷനിലായത്.
വെറുതെ നിയമം അനുസരിക്കുന്ന പണ്ടത്തെ ഒരു ഫാരിസി അല്ലെങ്കിൽ പണ്ടത്തെ ഒരു യഹൂദൻ ആണ് ജോസഫ് എങ്കിൽ അപ്പൊ തന്നെ ഓക്കെ ഞാൻ നിയമം അനുസരിക്കുന്ന അത്രേ ഉള്ളൂ, ഇവര് ശരിയല്ല, അവരെ കല്ലെറിഞ്ഞു കൊല്ലാൻ, അങ്ങനെ പറയുള്ളൂ. അങ്ങനല്ല ജോസഫ് ചെയ്തത്. അത് ജോസഫിന്റെ ശരിക്കുമുള്ള നീതിമാൻ എന്ന് പറയുന്നത് ദൈവം കാണുന്ന നീതി അതാണ്. കാരണം കർത്താവിന്റെ നീതി മനുഷ്യരുടെ നീതിയേക്കാൾ അപ്പുറമുള്ള നീതി നമ്മൾ വായിക്കും അല്ലെ. നിങ്ങളുടെ നീതി നിയമജ്ഞരുടെ ഫരിസയുടെ നീതിയെ അതിലംഘിക്കണം എന്ന് ഈശോ പറയുമ്പോൾ ഹൃദയം കണ്ട ഒരു നീതി, കരുണയാകുന്ന നീതി, അതിലേക്ക് ഓൾറെഡി ജോസഫ് ഒത്തിരി മുന്നേറിക്കഴിഞ്ഞ് നമുക്ക് കാണാം. അപ്പൊ അങ്ങനെയുള്ള ജോസഫിന് ഉത്തരം കൊടുക്കാതിരിക്കാൻ ദൈവത്തിന് പറ്റത്തില്ല. ഇപ്പൊ ചില ആൾക്കാരൊക്കെ ആർഗ്യൂ ചെയ്യാറുണ്ട്, ഓൾറെഡി മറിയം പറഞ്ഞിട്ടുണ്ട് ഇത് ദൈവത്തിന്റെ കുഞ്ഞാണ്, അങ്ങനെയൊക്കെ. അങ്ങനെ മാതാവ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. നമുക്കിവിടെ തന്നെ കാണാം ഈ ഒരു കോൺവെർസേഷൻ ഉത്തരം കൊടുക്കുന്നത് ദൈവം തന്നെയാണ്, മാലാഖ വന്നാണ് സംസാരിക്കുന്നതെന്ന്. അപ്പൊ അതിനുള്ള വലിയ റീസൺ എന്ന് പറയുന്നത് ഇതൊരു വലിയ തിരഞ്ഞെടുപ്പാണ്. ജോസഫിനുള്ള വലിയൊരു കോളാണ്. ആ കോള് മറ്റൊരു ക്രിയേഷനും മറ്റൊരു ഹ്യൂമൻ ബീയിങ് ആയ മറിയമല്ല ജോസഫിനോട് പറയേണ്ടത്. ഈ ദൗത്യം ദൈവത്തിന്റെ കയ്യിൽ നിന്നാണ് ജോസഫ് വാങ്ങേണ്ടത്. ദൈവത്തിന് മാത്രമേ ഈ ഒരു ദൗത്യം നേരിട്ട് ഏൽപ്പിക്കാനുള്ള ആ ഒരു റൈറ്റ് ദൈവത്തിൻ്റെതാ. ആർക്കും അത് മീഡിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്ന് മാത്രമല്ല, മറിയം ഒരിക്കലും ആ ഗ്ലോറിയസ് ആയിട്ടുള്ള ഒരു കോളിനെ സ്വന്തം വാക്കിലൂടെ പറഞ്ഞ് ഡൈലൂട്ട് ചെയ്യില്ല. ബിക്കോസ് ഷീ ഓണേഴ്സ് ജോസഫ് ദാറ്റ് മച്ച്, ഷീ ഓണേഴ്സ് ഗാഡ് ദാറ്റ് മച്ച്. അപ്പൊ ദൈവവും ജോസഫും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷന്റെ സ്പേസ് ആണ് അവിടെ മാതാവ് വിധേയപ്പെട്ട് മാറി നിൽക്കുകയാണ് ചെയ്തത്. അപ്പൊ ജോസഫിനോട് കർത്താവ് തന്നെ ക്ലാരിറ്റി കൊടുക്കുകയാണ്, നീ അവളെ ഭാര്യയായിട്ട് സ്വീകരിക്കാൻ, ഭാര്യയാണ് ആക്ച്വലി അല്ലെ, പിതൃത്വത്തിൽ കഴിഞ്ഞ ഭാര്യയാണ്, അവളെ നിന്റെ ഭാര്യയായ മറിയത്തെ സ്വീകരിക്കാൻ നീ ശങ്കിക്കണ്ട, ഡു നോട്ട് ഫിയർ. കാരണം അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണെന്ന് പറയുന്നു. ഇപ്പോഴും നമുക്കറിയാം പഴയ നിയമകാലത്ത് അതുപോലെ പുതിയ നിയമത്തിലും പല സ്പെഷ്യലി ചോസൻ ആൾക്കാരുടെ ജനനമൊക്കെ ഇതുപോലെ അനൗൺസ് ചെയ്യപ്പെടാറുണ്ട്. മാതാവിൻ്റെ അടുത്ത് മാലാഖ വന്നത് ഈശോയുടെ കാര്യം, അല്ലാതെ സക്കറിയാസ് ജോൺ ദ ബാപ്റ്റിസ്റ്റിന്റെ അപ്പൻ സക്കറിയയുടെ അടുത്ത് മാലാഖ വന്ന് പറയുന്നുണ്ട്. പഴയ നമുക്ക് ഏബ്രഹാമിൻ്റെ അടുത്ത് ഐസക്കിനെ പറ്റി പറയുന്നു, സാംസണിന്റെ ജനനത്തെ പറ്റി അങ്ങനെ ഒരു മുന്നറിയിപ്പ് കിട്ടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ സ്പെഷ്യലി ചോസൻ ആൾക്കാരുടെയൊക്കെ ജനനം ഇങ്ങനെ അനൗൺസ് ചെയ്യപ്പെടുന്നത് നമുക്ക് കാണാം. പക്ഷെ അവിടെയൊക്കെ തന്നെ ദൈവം ഇടപെട്ട് അവിടെ മിറക്കിൾ നടക്കുന്നതായിട്ടും ദൈവം ഇടപെട്ട് ആ ജനനം സംഭവിക്കുന്നതായിട്ടും കാണാം. എന്നാൽ യേശുവിൻ്റെ ജനനം ദൈവം ഇടപെട്ട് നിൽക്കുന്ന ഒരു കാര്യം മാത്രമല്ല, ദൈവത്തിന് ഇടപെടലാണ് മുഴുവനും. മനുഷ്യന് റോളില്ല. അത്ര നാൾ അബ്രഹാമിന് റോൾ ഉണ്ടായിരുന്നു നമുക്ക് കാണാം, സക്കറിയാക്ക് റോൾ ഉണ്ടായിരുന്നു നമുക്ക് കാണാം. പക്ഷെ ഇവിടെ ജോസഫിന് അങ്ങനെ ഒരു റോൾ അല്ല. ആ ജോസഫിന്റെ അല്ലെങ്കിൽ മനുഷ്യന്റെ റോൾ മാറ്റിയിട്ട് ദൈവം മാത്രം ചരിത്രത്തിൽ നേരിട്ട് ഇടപെടുന്നതാണ് നമ്മൾ കാണുന്ന ഇൻകാർണേഷൻ, മനുഷ്യാവതാരം. അതാണ് നമ്മളിവിടെ വായിച്ചു കേൾക്കുന്നത്. ഇഷ്ടപ്പെട്ടവരെ, അതുപോലെ തന്നെ നമുക്ക് വേറൊരു കാര്യം ഇവിടെ മനസ്സിലാക്കാൻ പറ്റും. പരിശുദ്ധാത്മാവിലൂടെയാണ് അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് എന്ന് മാലാഖ സെയിന്റ് ജോസഫിനോട് പറയുമ്പോൾ ഒരു ഇന്നർ റിയാലിറ്റിയുടെ ഒരു ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻ മാത്രമാണെന്ന് പറയാം. ഞാൻ ഉദ്ദേശിക്കുന്ന ഇതാണ്, മാതാവ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിച്ച വ്യക്തിയാണ്. അതിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള വൺനെസ് കർത്താവിനോട് അനുഭവിച്ച വ്യക്തിയാണ് മാതാവ്. ഈശോ തന്നെ ലേറ്റർ സ്ഥലത്ത് പറയുന്നുണ്ട്, ദൈവത്തിന്റെ ഹിതം പൂർണ്ണമായി നിറവേറ്റുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരൻ സഹോദരി അമ്മ എന്ന് പറയുമ്പോൾ ആക്ച്വലി what he's doing is he's certifying Blessed Mother as the only human being who has completely obeyed the will of God. ദൈവത്തിന്റെ ഹിതം പൂർണ്ണമായിട്ട് നിറവേറ്റിയോ അവളാണ് എൻ്റെ അമ്മ എന്നാണ് പറയുന്നത്. അപ്പൊ എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ ചെറിയ ആളല്ല, കംപ്ലീറ്റ് ആയിട്ട് ദൈവഹിതം നിറവേറ്റിയോളെന്ന് ഈശോ തന്നെ സർട്ടിഫൈ ചെയ്യുന്നു. അപ്പൊ അങ്ങനെയുള്ളൊരു ജീവിതം നയിച്ച പരിശുദ്ധ അമ്മയുടെ ആ ഇൻറ്റിമസി വിത്ത് ഗാഡ്, ദൈവവുമായിട്ടുള്ള ഒന്നാകലിൻ്റെ പരിപൂർണമായ വിധേയപ്പെടലിൻ്റെ ഒരു പ്രത്യക്ഷമായ ഒരു മാനിഫെസ്റ്റേഷനാണ് ഈ ഒരു മനുഷ്യാവതാരം എന്ന് പറയുന്നത്. അത് നമ്മളിവിടെ മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ജീവിച്ച അമ്മയുടെ ഇന്നർ ലൈഫിൻ്റെ ഒരു പ്രത്യക്ഷപ്പെട്ട ഒരു മാനിഫെസ്റ്റേഷൻ, പുറമേയുള്ളൊരു മാനിഫെസ്റ്റേഷൻ, അതാണ് നമ്മൾ ഈശോ ആയിട്ട് കാണുന്നത്. അതാണ് മനുഷ്യാവതാരം മാതാവിൻ്റെ കോണ്ടെക്സ്റ്റിൽ നോക്കുമ്പോൾ. ഓക്കെ, അതുപോലെ മറ്റൊരു കാര്യം നമ്മളിവിടെ കാണുന്നത്
പരിശുദ്ധാത്മാവിൽ നിന്നാണ് ഗർഭം ധരിച്ചതെന്ന് പറയുന്നു. അവളൊരു പുത്രനെയാണ് പ്രസവിക്കുന്നത് പറയുന്നു. പിന്നെ പറയുകയാണ് അവളെ യേശു എന്ന് വിളിക്കണം, അതായത് ഇവൻ രക്ഷകനാണ്. വളരെ സ്പെസിഫിക്കലി നോക്കിയാൽ ഇവിടെ ജോസഫിനോട് മാലാഖ പറയുവാണ്, എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. പ്രിയപ്പെട്ടവരെ, മെസ്സയാനിക് പ്രോമിസ്, അത്രയും നാളും മെസ്സയ എന്ന് പറയുമ്പോൾ, മിശിഹ എന്ന് പറയുമ്പോൾ, രക്ഷകൻ എന്ന് പറയുമ്പോൾ ഒരു പൊളിറ്റിക്കൽ ക്യാപ്റ്റിവിറ്റിയിൽ നിന്ന് തങ്ങളെ രക്ഷിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഫിഗർ. അങ്ങനെയാണ് യഹൂദരെ സംബന്ധിച്ച്, റോമൻ ഭരണത്തിന് കീഴിൽ താമസിച്ചിരുന്ന യഹൂദരെ സംബന്ധിച്ച് ഇതൊരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ മാത്രമാണ്. പക്ഷെ ഇവിടെ ദൈവം ഒരു ഡയലേഷനും ഇല്ല. ജോസഫിനോട് പറയാൻ, നീ ഒട്ടും ഡൗട്ട് ആകണ്ട, ഈ ലോകത്തിന്റെ ഒരു കാര്യവുമല്ല, ഇത് ദൈവരാജ്യത്തിന്റെ കാര്യമാണ്, സ്പിരിച്വൽ റെലമിന്റെ കാര്യമാണ്, സൂപ്പർ നാച്ചുറൽ റെലമിന്റെ കാര്യമാണ്, വെറുതെ ഒരു പൊളിറ്റിക്കൽ സംഭവം അല്ല. അവൻ മരിക്കുന്നത് എന്തിനാണ്? അവൻ വന്നത് എന്തിൽ നിന്ന് രക്ഷിക്കാനാണ്? പാപത്തിൽ നിന്ന് രക്ഷിക്കാനാണ്. ലേറ്റർ ഓൺ നമ്മൾ കാണും പൈലറ്റിന്റെ അടുത്ത്, പിലാത്തോസിന്റെ അടുത്ത് ഈശോ പറയും, എൻ്റെ രാജ്യം ഐഹികമല്ല, അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെ ആ ഫുൾഫിൽമെന്റ് എത്തുന്ന സമയത്ത് ഈശോ അങ്ങനെ പറയുന്നെങ്കിൽ ഇവിടെ ആദ്യമേ ദൈവം ജോസഫിനെ വെളിപ്പെടുത്തുകയാണ്, പാപത്തിൽ നിന്ന് അവൻ രക്ഷിക്കും. റോമൻ ഭരണമോ അല്ലെങ്കിൽ പട്ടിണിയോ ദുരിതമോ അങ്ങനത്തെ ഒരു കാര്യം അവിടെ പറയുന്നില്ല. കാരണം സിന്നിനേക്കാളും അൾട്ടിമേറ്റ് ആയിട്ട് ഒരു ക്യാപ്റ്റിവിറ്റി ഇല്ല. റോമൻ ക്യാപ്റ്റിവിറ്റി ഒക്കെ തന്നെ ശരിക്കുമുള്ള മനുഷ്യരുടെ പതനം കാരണമാണ് ദുഃഖവും പ്രശ്നങ്ങളും അടിച്ചമർത്തലുകളും അടിമത്തവും എല്ലാ യുദ്ധവും ഒക്കെ ലോകത്ത് വന്നത് പാപത്തിന്റെ കോൺസിക്വൻസസ് ആണ്. അതുകൊണ്ട് തന്നെ പാപത്തിൽ നിന്ന് രക്ഷിക്കുമ്പോൾ എല്ലാ കാര്യം സൊല്യൂഷൻ ആകും എന്ന് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു വലിയ റിയാലിറ്റി നമുക്കവിടെ കാണാൻ പറ്റും. പിന്നെ വളരെ വളരെ സ്പെസിഫിക് ആയിട്ട് ഞാൻ നിങ്ങളുടെയൊക്കെ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഈ ഒരു പാസേജിൽ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പോർഷൻ ഇതാണ്. അവൻ ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവൽ എന്നവൻ വിളിക്കപ്പെടും എന്ന് പറയുന്നു. മാത്യുവിടെ എഴുതി വെച്ചിരിക്കുന്നു, ദൈവം നമ്മോട് കൂടെ. ഇമ്മാനുവൽ എന്നുള്ളത് ദൈവത്തെ ഡിനോട്ട് ചെയ്യുന്ന വേർഡാണ്. എൽ ഷദായ് എന്നും എൽ എലോഹിം ഒക്കെ നമ്മൾ ദൈവത്തെ യാഹുവിനെ ഡിനോട്ട് ചെയ്യുന്ന വേർഡാണ്. ഇമ്മാനുവൽ, ദൈവം നമ്മോട് കൂടെ. പ്രിയപ്പെട്ടവരെ, ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്, ദൈവത്തെ പോലെ നമ്മൾ ആകണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ ദൈവത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നമ്മളെ വിട്ട് പിരിയാതെ നമ്മളോടൊപ്പം ഒന്നായിട്ടിരിക്കണം. അതുകൊണ്ട് കർത്താവ് when he chose Jews as his own, അല്ലെങ്കിൽ ഇസ്രായേലിനെ തൻ്റെ ജനതയായിട്ട് ദൈവം തിരഞ്ഞെടുത്തു എന്ന് വായിക്കുമ്പോഴും ആഗ്രഹിച്ചത്, ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കണം. ഇതാണ് കർത്താവിൻ്റെ ഉടമ്പടി. സീനാ ഉടമ്പടിയിൽ കർത്താവ് ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എൻ്റെത്, ഞാൻ നിങ്ങളുടേത്. അങ്ങനെയുള്ളൊരു മ്യൂച്വൽ ആയിട്ടുള്ളൊരു വൺനെസ് ആണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് ഫുൾഫിൽമെൻ്റ് ആണ് നമ്മൾ ഈ ഒരു ഇമ്മാനുവൽ എന്നുള്ള വേർഡിലൂടെ ആ ഒരു അനുഭവത്തിലൂടെ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഗ്ലോറിയുടെ പ്രസൻസ്, ഷെക്കിന ഗ്ലോറി ഓഫ് ഗാഡ്, അത് ശരിക്കും പഴയ നിയമത്തിൽ നമുക്കിങ്ങനെ കാണാം. സോളമൻ ദേവാലയം പണിയുമ്പോൾ സോളമൻ എങ്ങനെ കർത്താവിനോട് ചോദിക്കുന്നു, കർത്താവെ, ഞാൻ ഉണ്ടാക്കുന്ന കൊച്ചു ദേവാലയത്തിൽ അങ്ങ് ഇങ്ങനെ വസിക്കുന്ന. സോളമൻ വളരെ ജ്ഞാനിയായതുകൊണ്ട് ഹി കുഡ്ന്റ് പെർസീവ് ഇറ്റ്. എങ്ങനെ ദൈവത്തിന്റെ ആ ഗ്ലോറിനെ ഒരു ബിൽഡിങ്ങിനകത്ത് അടച്ചു വെക്കാൻ പറ്റും? ഇറ്റ്സ് ഇംപോസിബിൾ, ബിക്കോസ് ഇതിനൊക്കെ ബിയോണ്ടാണല്ലോ ദൈവം, അല്ലെ? അപ്പൊ ആ ദൈവം എങ്ങനെ ദൈവത്തിന് മനുഷ്യരുടെ കൂടെ ജീവിക്കാൻ പറ്റും, മനുഷ്യരുടെ ഒന്നാകാൻ പറ്റും? ഏറ്റവും അൾട്ടിമേറ്റ്ലി മനുഷ്യാവതാരം വഴിയാണ് കർത്താവ് അത് സാധിച്ചത്. സോളമൻ അന്നത്തെ ക്വസ്റ്റ്യൻ ആൻസർ പിന്നെ ഒത്തിരി സെഞ്ചുറീസ് കഴിഞ്ഞിട്ട് ഇതാ മനുഷ്യാവതാരത്തിലൂടെ ദൈവം നൽകുകയാണ്. ഒരു ദേവാലയത്തിൽ ഒതുക്കി വെക്കാൻ പറ്റാത്ത ദൈവത്തിന്റെ ഗ്ലോറി ഇന്ന് നമുക്കൊരു കൊച്ചപ്പത്തിൽ ഒതുങ്ങിയിരിക്കുന്നത് കാണാം. നമ്മളെപ്പോലുള്ള കൊച്ചു മനുഷ്യരുടെ ഹൃദയങ്ങളിൽ, ശരീരത്തിൽ തന്നെ ഈ ഒരു ശരീരത്തിൽ കർത്താവ് വസിക്കുന്നത് നമുക്ക് കാണാം. നമ്മുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണെന്ന് നമ്മൾ വായിക്കുന്നില്ലേ? 1 Corinthians chapter 3:16 നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. അപ്പോൾ കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കാൻ തക്ക രീതിയിലുള്ള ഒരു വൺനെസ് ദൈവം നമ്മോട് കൂടെ സാധ്യമായത് മനുഷ്യാവതാരം വഴിയാണ്. അല്ലെങ്കിൽ നമ്മൾ വെറും ക്രിയേഷൻ മാത്രമായിരുന്നു. പിന്നെ നമ്മൾ പാപത്തിൽ വീണ് ഈശോ മരിച്ച് നമുക്ക് വേണ്ടി രക്ഷ നേടിയെടുത്ത് ഈശോ ഉദ്ധാനം ചെയ്ത് പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞ് നമുക്ക് നമ്മുടെ ഉള്ളിൽ ആത്മാവിന് ഇപ്പോൾ ജീവിക്കാൻ പറ്റും, കർത്താവിൻ്റെ ആത്മാവിന് ജീവിക്കാൻ പറ്റും. അത്ര വൺനെസ് കർത്താവിന് കൊണ്ടുവരാൻ പറ്റി. പ്രിയപ്പെട്ടവരെ, ശരിക്കും മാത്യുവിൻ്റെ ഗോസ്പൽ ചാപ്റ്റർ 1 സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ഇമ്മാനുവൽ എന്നുള്ള ഒരു അനൗൺസിയേഷൻ തന്നുകൊണ്ടാണ്. ഈശോ സ്വർഗ്ഗാരോഹണം ചെയ്യുമ്പോൾ ഈശോ പറയും, ലോകാവസാനം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും.
അപ്പോൾ തുടക്കത്തിൽ പറയുന്നു ദൈവം നമ്മോട് കൂടെ, അവസാനം പറയുന്നു ഞാൻ എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ബ്രാക്കറ്റാണ് ശരിക്കും പറഞ്ഞാൽ മാത്യുവിലെ ഗോസ്പൽ ഉണ്ട്. ദൈവം നമ്മുടെ കൂടെയുള്ള അനുഭവം ഒരിക്കലും എൻഡ് ചെയ്യാത്ത ലോകാവസാനം വരെ, യേശുവിൻ്റെ രണ്ടാം വരവ് വരെ ഒരിക്കലും യേശു പിരിയുന്നില്ല, നമ്മളെ പിരിയുന്നില്ല. ഒരിക്കലും മനുഷ്യാവതാരം ചെയ്ത ദൈവം ഇന്ന് നമ്മളോടൊപ്പം വസിക്കുന്നു. കുർബാനയിൽ, കൂദാശകളിൽ, മറ്റു മനുഷ്യരിൽ, നമ്മുടെ തന്നെ ഉള്ളിൽ. ആ ഒരു അനുഭവം, അതാണ് ദൈവം നമ്മളെയൊക്കെ ഇൻവൈറ്റ് ചെയ്യുന്നത്. നമ്മളിത് ഈ ഒരു ഇന്നത്തെ റീഡിങ് കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു അനുഭവത്തിലേക്കൊന്ന് കടന്നു വരാം. ദൈവം നമ്മോട് കൂടെ, ദൈവം നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ചുറ്റുമുള്ളവരുടെ ഉള്ളിൽ ഒരിക്കലും പിരിയാത്ത ഷെക്കിന, കർത്താവിൻ്റെ ഗ്ലോറി, നമ്മളെ ചൂഴ്ന്ന് നിൽക്കുന്ന, നമ്മളെ കവറേ നിൽക്കുന്ന ദൈവത്തിൻ്റെ ഗ്ലോറി. Psalm 139 നമ്മൾ വായിക്കും, മുന്നിലും പിന്നിലും അവിടെ നിന്ന് ചൂഴ്ന്ന് നിൽക്കുന്നു. ഇതെനിക്ക് വിസ്മയനീയമാണ്. എനിക്ക് കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും വലിയ ഒരു മിസ്റ്ററിയാണ് എന്ന് നമ്മൾ ആ വചനത്തിൽ വായിക്കുന്നുണ്ട്. ദൈവം നമ്മോട് കൂടെ, ദൈവം നമ്മുടെ ഉള്ളിൽ. ഈശോയെ, അങ്ങയുടെ ഒരു പ്രസൻസ് ഞങ്ങൾ നിറയട്ടെ. ഒരിക്കലും ഞങ്ങളെ പിരിയാതെ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങളെ അങ്ങേപ്പോലെ ആക്കുവോളം ഞങ്ങളെ പണിയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ദൈവമേ, ഞങ്ങൾക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രസൻസ് ഞങ്ങൾ ഞങ്ങളുടെ ലൈഫിൽ പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിക്കുന്നു. കർത്താവിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞപ്പോൾ അതിനോട് യെസ് പറഞ്ഞ് മറിയത്തെ പോലെ, കർത്താവിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞപ്പോൾ അതിനോട് യെസ് പറഞ്ഞ് ജോസഫിനെ പോലെ ഞങ്ങളും അങ്ങയുടെ പ്രസൻസിൽ ഞങ്ങളെ തന്നെ യെസ് പറയുന്നു, ഞങ്ങളെ തന്നെ എനിക്ക് സമർപ്പിക്കുന്നു. ജീവിതത്തിൻ്റെ പല പ്രതിസന്ധികളിലും, പല ദുഃഖങ്ങളിലും, പല ആശയക്കുഴപ്പങ്ങളിലും, കൺഫ്യൂഷൻസിലും ഞങ്ങൾക്ക് ഉത്തരം നൽകുന്നത് ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ദൈവം തന്നെയാണ്. മാലാഖയിലൂടെ, നേരിട്ട്, വചനത്തിലൂടെ, മറ്റു മനുഷ്യരിലൂടെ ഞങ്ങളുടെ ദൈവം ഞങ്ങളോട് സംസാരിക്കുന്നു. അപ്പച്ച, അങ്ങനെ അങ്ങ് ഞങ്ങളോട് സംസാരിക്കുന്നത് തിരിച്ചറിയാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ആ കൃപ ഇപ്പോൾ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സ്വീകരിക്കുന്നു. അങ്ങയുടെ ഇഷ്ടങ്ങൾ ഈ ലോകത്ത് നിന്ന് ഡിസേൺ ചെയ്തെടുക്കാനുള്ള കൃപ ജോസഫിനോടൊപ്പം ഞങ്ങളും ഇപ്പോൾ സ്വീകരിക്കുന്നു. ഇന്നത്തെ വചനത്തിലൂടെ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ക്ലാരിഫിക്കേഷൻസ് തന്ന് ഞങ്ങളെ വഴി നടത്തുകയും ചെയ്യുന്ന ഈശോയെ ഞങ്ങളെനിക്ക് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മേ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് തടസ്സം നിൽക്കാതെ ജോസഫും ദൈവവും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് ഇടയിൽ കയറി പ്രവർത്തിക്കാതെ എല്ലാത്തിനും സ്പേസ് കൊടുത്ത് ജീവിച്ച പരിശുദ്ധ അമ്മേ, അമ്മയിൽ നിന്ന് ഞങ്ങൾ ആ ലെസൺസ് ഒക്കെ പഠിക്കട്ടെ. ഓ ബ്ലെസ്ഡ് മദർ, ബി വിത്ത് us and pray for us. ഈശോ, ഞങ്ങൾക്ക് നന്ദി പറയുന്നു, അങ്ങ് സ്തുതിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഒത്തിരി സന്തോഷം നിങ്ങളിന്ന് ജോയിൻ ചെയ്തതിനെ ഓർത്ത്. എൻ്റെ സജഷൻ ഇതാണ്, നിങ്ങൾ ബൈബിൾ എടുത്ത് ഒരുമിച്ച് എൻ്റെ കൂടെ ബൈബിൾ വായിക്കണം. നമുക്ക് ചിന്തിക്കാം, ഒരുമിച്ച് ധ്യാനിക്കാം, ഒരുമിച്ച് പഠിക്കാം. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കുക. ഇത് ചെറിയൊരു ടൈം മാത്രം നമുക്കുള്ളത് കൊണ്ട് ഒത്തിരി കൺസ്ട്രെയിൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും പറയണമെന്ന് ആഗ്രഹിച്ചാലും വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഷെയർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ബട്ട് ദെൻ നിങ്ങൾ ഡൗട്ട്സ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ, കമൻസിനകത്ത് ഇടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ലുമിനസ് റേഡിയോയ്ക്ക് ഒരു മെയിൽ അയക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ, പർട്ടിക്കുലർലി നിങ്ങൾ കമൻസിൽ ഇടുകയാണെങ്കിൽ നിങ്ങളുടെ കമൻസ് എന്തായാലും വായിക്കും. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡ് വരുമ്പോൾ നിങ്ങളുടെ ഡൗട്ട്സോ കൺസേൺസോ ക്വസ്റ്റ്യൻസോ ഒക്കെ അത് ആൻസർ തരാൻ എനിക്ക് പറ്റും. അങ്ങനെ നമുക്ക് ഒരുമിച്ച് കൂടുതൽ ആഴത്തിൽ വചനം പഠിക്കാൻ പറ്റും. അപ്പോൾ ജോയിൻ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു റെക്കോർഡിങ്ങിൽ, അടുത്തൊരു എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം. Praise the Lord. God bless you. Bye-bye.